ഒരു ഹൈസ്റ്റ് ത്രില്ലർ സീരീസ് ഒക്കെ കണ്ടിട്ട് കുറച്ചായോ? അങ്ങനെയാണ് ആമസോൺ പ്രൈമിൽ റിലീസായ സ്റ്റീൽ എന്ന സീരീസ് ഒന്ന് കണ്ടു നോക്കണം. ഫാൻ ഫേവറേറ്റ് മണി ഹൈസ്റ്റും 2018 നെറ്റ്ഫ്ലിക്സിൽ ഇറങ്ങിയ ദ ബോഡി ഗാർഡ്, ഈ രണ്ട് സീരീസും കൂടി കണ്ടുമുട്ടിയാൽ എങ്ങനെയുണ്ടാകും? അതാണ് സ്റ്റീൽ എന്ന് ഒറ്റ വാക്കിൽ പറയാം. ഗെയിം ഓഫ് ത്രോൺസ് ഫെയിം സോഫി ടേർണർ ആണ് സീരീസിൽ പ്രധാന റോളിൽ എത്തുന്നത്. ലോക്ക്മിൽ ക്യാപിറ്റൽസ് എന്ന പെൻഷൻ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് കൈകാര്യം ചെയ്യുന്ന ഒരു സ്ഥാപനത്തിലെ ട്രേഡ് പ്രോസസിംഗ് ഡിപ്പാർട്ട്മെന്റ് സ്റ്റാഫാണ് സോഫിയുടെ സാറ ഡൺസ് എന്ന കഥാപാത്രം. ഒപ്പം ജോലി ചെയ്യുന്നയാളാണ് ആർച്ചി മാഡക് അവതരിപ്പിക്കുന്ന ലൂക്ക്. ഒരു സുപ്രഭാതത്തിൽ കമ്പനിയിൽ തോക്കുകളുമായി ഒരു സംഘം എത്തുന്നു. ജീവനക്കാരെ ബന്ദികളാക്കി 4 മില്യൺ പൗണ്ട്സിന്റെ തിരിമറി നടത്തുന്നു. പോലീസ് എത്തുന്നതിന് മുമ്പ് രക്ഷപ്പെടുന്നു. സ്ഥിരം ഹൈസ്റ്റ് സീരീസുകളിൽ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ. പക്ഷെ അതിനുള്ള സഹായം ചെയ്തു കൊടുക്കുന്നതാവട്ടെ നമ്മുടെ സാറയും ലൂക്കും. പക്ഷെ പിന്നീട് നടന്നതൊന്നും അവരുടെ ഇഷ്ടത്തിനായിരുന്നില്ല. 6 എപ്പിസോഡുള്ള ഒരു ലിമിറ്റഡ് സീരീസ് ആണ് സ്റ്റീൽ. ഹൈസ്റ്റ് ത്രില്ലറിൽ നമ്മൾ കണ്ടു പരിചയിച്ച ആക്ഷൻ സീക്വൻസുകളും കാർ ചേസിങ്ങും ഒന്നും പക്ഷെ ഇതിലില്ല. കഥാപാത്രങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും കഥ മുന്നോട്ട് പോകുമ്പോഴുണ്ടാകുന്ന ഇമോഷണൽ ട്രോമയും ഒക്കെയായി ഒരു വൈകാരികമായ അപ്രോച്ചാണ് സ്റ്റീൽ. ആക്ഷൻ രംഗങ്ങൾ കൊണ്ട് പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്നതിന് പകരം കഥാപാത്ര കേന്ദ്രീകൃതമായാണ് സീരീസ് മുന്നോട്ട് പോകുന്നത്. ഓരോ എപ്പിസോഡ് കഴിയുമ്പോഴും കഥയുടെ ചുരുളുകൾ കൂടുതൽ മുറുകുകയും പ്രേക്ഷകരുടെ ആവേശം കൂട്ടുകയും ചെയ്യുന്നു. ഗെയിം ഓഫ് ത്രോൺസിൽ സാൻസ സ്റ്റാർക്ക് എന്ന കഥാപാത്രമായി ഫെയിമിലേക്ക് ഉയർന്ന ബ്രിട്ടീഷ് അഭിനേത്രിയാണ് സോഫി ടേർണർ. ടൂം റൈഡറിലെ ലാറ ക്രോഫ്റ്റ്, ഗെയിം ഓഫ് ത്രോൺസ് താരമായ കിറ്റ് ഹാരിങ്ടണുമൊത്ത് ദ ഡ്രെഡ്ഫുൾ തുടങ്ങി സോഫിയുടെ ഒരു പിടി മികച്ച കഥാപാത്രങ്ങളാണ് ഈ വർഷം വരാനിരിക്കുന്നത്. പ്രധാന കഥാപാത്രങ്ങൾക്കെല്ലാം നെഗറ്റീവ് ഷെയ്ഡ് കൊടുത്ത് പണത്തിന് മുകളിൽ പരുന്തും പറക്കില്ല എന്ന ആപ്തവാക്യം ഓർമ്മിപ്പിച്ചു മുന്നോട്ട് പോകുന്ന കഥയാണ് സ്റ്റീൽ. സീരീസ് തുടങ്ങുന്നതും തീരുന്നതും ഒന്നും നമ്മൾ അറിയില്ല. അത്ര ഫാസ്റ്റ് പേസ്ഡ് ആയാണ് കഥ നീങ്ങുന്നത്. കേന്ദ്ര കഥാപാത്രങ്ങളുടെ നെഗറ്റീവ് ഷെയ്ഡ് മുൻനിർത്തിയുള്ള കഥ പറച്ചിലും പ്രേക്ഷകർക്ക് അവരോട് ഇഷ്ടക്കേട് തോന്നാത്ത രീതിയിൽ വളരെ വ്യത്യസ്തമായ ഒരു അനുഭവം നമുക്ക് സമ്മാനിക്കുന്ന സീരീസാണ് സ്റ്റീൽ.